സംഗീതവും നൃത്തവും ദൃശ്യവിസ്മയവും കൊണ്ട് ഉത്സവവേദികൾ കീഴടക്കിയ കലാരൂപമാണല്ലോ ബാലെ. എന്നാൽ ഇവിടെ കൃത്യമായി പിന്നെ തുടങ്ങണ്ടേ? നിനക്കറിയാലോ എന്റെ പെണ്ണുമുള്ള വീടിന്റെ അടുത്ത അമ്പലത്തിലെ പരിപാടിയാണ്. ഇന്നെങ്കിലും ഈ ബാല നീ ഒന്ന് മര്യാദക്ക് കളിക്കണം. എന്റെ ആശാന നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ബാല ഞാൻ പൊളിക്കും. ഇന്നും പൊളിക്കൂ? എന്നും നീയാണല്ലോ പൊളിക്കുന്നത്. അപ്പൊ ഇന്നും പൊളിക്കാൻ പ്ലാൻ ചെയ്ത് വന്നേപ്പോലെ. ഞാൻ എപ്പോഴാണ് ഈ പുള്ളിയുടെ ബാല എപ്പോഴാണ് പൊളിക്കാത്തത്? ചുമ്മാ പറയാം. ഇവനെങ്ങനെ ബാല പൊളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നീ ബാല എത്ര കഥാപാത്രം ചെയ്യുന്നുണ്ട്? 2 കഥാപാത്രം. ഏതൊക്കെയാ? ഇന്റർവെൽ മുമ്പ് അസുരൻ, പിന്നെ നരസിംഹം. എന്നാ പറയും നരസിംഹം ഇരിക്കേണ്ട തൂണേതാ? കണ്ടോ കണ്ടോ? കഴിഞ്ഞ ചേച്ചി ഇവൻ നരസിംഹത്തിന്റെ വേഷം കെട്ടി തൂണ് മാറി ഇരുന്നിട്ട് ഇവരെ തപ്പി 9 തൂണാ ഞാൻ കുത്തിക്കീറി കളഞ്ഞു. 9 അല്ല 10 ആയിരുന്നു കേട്ടോ. അപ്പൊ നീ അത് എണ്ണുന്നുണ്ടായിരുന്നു. 10ാമത്തെ തൂണ് കുത്തി കീറി നോക്കുമ്പോ കാണുന്ന കാഴ്ച ഈ മെനകെട്ട നരസിംഹം ഇരിക്കുന്ന വീട് വലിക്കും. ഏത് പുരാണത്തിലാണ് നരസിംഹ വീട് വലിക്കുന്നത്? സിഗരറ്റ് ഇല്ലാത്തോണ്ട് ആശാന്. അപ്പൊ സിഗരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സിഗരറ്റ് വലിച്ചേ. നിങ്ങൾ എന്നെ ക്ലാസ്സിൽ കണ്ട് ബാല തുടങ്ങി തുടങ്ങുന്നു. ബാല തുടങ്ങൂടാ. നരസിംഹത്തിന്റെ കേസ് വിട്ട് നീ 2ാമത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാ? അത് അസുരൻ. അത് ഈ വേഷം കാണുമ്പോ അറിയാം അസുരനാണ്. ആ അസുരൊരു പേരുണ്ടാവുമെന്ന് പറയാവോ? അസുരന്റെ പേരെന്തിനാണ് ഇപ്പൊ പറഞ്ഞ? ബാല കളിക്കുമ്പോ പറഞ്ഞ പോലെ. ബാലെ കളിക്കുമ്പോഴാ കഴിഞ്ഞ ചേച്ചി കമ്മറ്റിക്കാർ താടിക്കിട്ട് തട്ടിട്ട് നീ മിണ്ടാത്ത. അസുരന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങി മതി. അസുരന്റെ പേര് പറയാം. സെന്നാണോ? സെന്നാണോ? ശേതാണോ? ശേതാനേനാണോ? അത് അസുരനാണോ? അസുരന്റെ പേര് പറഞ്ഞു. എന്നാ പിന്നെ പണി അസുരന്റെ വേഷം നീ ചെയ്യും. ഇണങ്ങിയിരിക്കും. 2 മാസം റിഹേഴ്സൽ ഇട്ട് ദേവഗുരുവിന്റെ വേഷം ഇപ്പോഴും തെറ്റിച്ചിരിക്കുന്നത്. ഇനി അവൻ അസുരന് കൊണ്ട് കൊടുക്കും. ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പരിപാടി തുടങ്ങുന്നു. പരിപാടി തുടങ്ങും. ആശാന്റെ മെയിനായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മുടെ ബാലയിൽ നമ്മൾ രാവണനെ കാണിക്കുന്നുണ്ട്. പിന്നെ രാവണനെ കാണിക്കുന്നു. രാവണൻ എത്ര തലയുണ്ട്? ആൾക്കാരിയാൽ 10 തല. എന്നാ കേട്ടോ 6 തല എടുത്തോളൂ. ബാക്കി തല എടുക്കാൻ മറന്നു. 6 തല കൊണ്ട് എങ്ങനെയാണ് രാവണനെ കാണിക്കുന്നത്? 6 തല കളിക്കണോട്ട് തല കൊണ്ട് കിട്ടി 7 തലയില്ലേ? ഇനി 3 തലക്കോടെ പോകും. എവിടെ പോകും? ഞാൻ തരത്തില്ല. ആ പേട്ട് തല കിട്ടിയിട്ടും പ്രയോജനമില്ല. ബ്രഹ്മാവിന്റെ 3 തല ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അതിനകത്ത് എന്റെ താടിയൊക്കെ പറിച്ചു വഞ്ചി രാവണന്റെ തലയുടെ വിടവിന് കയറ്റി വെച്ചോ. ആരും കണ്ടുപിടിക്കത്തില്ല. ആശാന്റെ ബുദ്ധി കൊള്ളാം. ആശാനെ സമയങ്ങളുണ്ട്. അതെ ആൾക്കാരൊക്കെ ബാല കാണാൻ വേണ്ടി വന്നു. നമുക്ക് തുടങ്ങിയാലോ? എല്ലാരും വിളി തുടങ്ങാം. എല്ലാരും വിളി. റെഡിയാൽ എല്ലാരും ബാല തുടങ്ങാൻ പോണു. ബാബാ പെട്ടെന്ന് ആശാന്റെ ക്ലിപ്പ് കണ്ടോ? തലയെ കുത്താൻ വേണ്ടി 3-4 ക്ലിപ്പ് മേടിച്ചു വെച്ചതാ. ഇപ്പൊ ഒറ്റൊരു നോക്കിയിട്ട് കാണുന്നില്ല. അയ്യോ അതായിരുന്നു എന്റെ ഫോൺ എവിടെയാ? ഫോണോ? തലയെ കുത്തണ ക്ലിപ്പിന്റെ ആശാനെ ഇങ്ങനെ എനിക്ക് അടുത്ത പരിപാടി ഞാൻ വരില്ല കേട്ടോ. എന്താണ് കാര്യം പറ. നിങ്ങൾ കർട്ടൻ കിട്ടാൻ വേണ്ടി ഒരു ബംഗാളിയെ കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ഡ്രസ് മാറുന്നോടത്ത് അങ്ങനെ ഒഴിഞ്ഞു നോക്കിയെന്ന്. ഞാനിവിടെ ഉള്ളപ്പോഴാ ഞാനിവിടെ ഉള്ളപ്പോ അവൻ എങ്ങനെ ധൈര്യം വന്ന് ഒളിഞ്ഞു നോക്കാൻ? നിങ്ങൾ അത് വിട്. നമുക്ക് ബാല തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി. സ്ക്രിപ്റ്റും ചന്ദ്രത്തിലെടുത്ത് എന്റെ പൊന്നു മക്കളെ തട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേജാണ്. മനസ്സുരുകി പ്രാർത്ഥിച്ചോണം. ശരി കത്തിച്ചു. ചന്ദ്രത്തിൽ കത്തിക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് എവിടെ കത്തിച്ചോളൂ? എന്റെ പൊന്നുമക്കളെ നമ്മുടെ 25ാമത്തെ സ്റ്റേജാണ്. കഴിഞ്ഞ 24 സ്റ്റേജിലും നമ്മൾ ഓടി. ഇന്ന് ഓടും. ഇന്ന് ഓടുമ്പോ ദൈവത്തോർത്ത് പടിഞ്ഞോട്ട് ഓടിയത്തില്ല. അതെന്നാശാന്? എടാ പടിഞ്ഞാപ്പുറ കടലല്ലേ. നമ്മൾ ബാലക്കാരൊന്നും കടലിനറിയാൻ പറ്റും. ഉപ്പ് വെള്ളം കുടിച്ച് ചത്തുപോകും. ഒരു കാരണവശാലും പടിഞ്ഞോട്ട് ഓടില്ല. പിന്നെ ബാലയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ആശാൻ എനിക്ക് ബാലയെ കുറിച്ച് ചെറിയൊരു സംശയമുണ്ട്. എന്താണ്? അതായത് ഇന്റർവെല് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാണ്? ഇത് ആദ്യം എങ്ങനെയെങ്കിലും ഇന്റർവെല് വരെ ഒന്ന് എത്തിക്കടാ. എന്നിട്ടല്ലേ ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ളത്. എനിക്കൊരു സംശയം. എന്താ? ഞാൻ കേറി വരുമ്പോ ഏത് ബൾബിന്റെ കീഴിലാണ്? നീ കേറി വന്ന വഴിയാ റെഡ് ബൾബും. വേണ്ട നീ ആ ബ്ലൂവും നീയല്ലേ കേറി ഏത് ലൈറ്റ് പെട്ടെന്ന് പോയിരിക്കണം. ആശാന്റെ സമയങ്ങളുണ്ട്. നമുക്ക് ബാല തുടങ്ങിയേക്കാം. നോട്ടീസ് വായിച്ചു തുടങ്ങിയേക്കാം. ആശാന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഇന്നത്തെ ബാലയുടെ അനൗൺസ്മെന്റ് ഈ സ്റ്റേജിൽ ഞാൻ ചെയ്തോട്ടെ ആശാൻ. എന്റെ പൊന്ന് തങ്കച്ച നിന്റെ സൗണ്ടിന് ബാസ് ഉണ്ട്. ഭയങ്കര ബാസുണ്ട്. നീ മൈക്ക് വഴി ഹലോ എന്ന് പറഞ്ഞു. ചുമ്മാ ചിരിപ്പിക്കല്ലേ. ഞാൻ അപ്പുറത്ത് പോയി അസുരന്റെ പേര് പറഞ്ഞു പഠിക്കാൻ. അതൊക്കെ ഞാൻ പഠിക്കണം. അനൗൺസ് ചെയ്യാൻ വന്നിട്ട് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നു? അനൗൺസ് ഞാൻ ചെയ്യത്തില്ല. പ്രിയ ഭക്തജനങ്ങളെ, കൊച്ചിൻ സോമൻ സംബോധനിപ്പിക്കുന്ന പുണ്യപുരാതന നൃത്തവിസ്മയം ആരംഭിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ഈ ഇതെന്നാ അമ്പലമാണ് ഇത്? എന്റെ ദൈവമേ, വല്ല ദേവീക്ഷേത്രത്തിലും പരിപാടി പിടിച്ചാൽ മതിയായിരുന്നു.
ട്രിപ്പിൾ ഇങ്ങോട്ട് ഇത് എങ്ങോട്ടാണ് പോണത്? അങ്ങോട്ട് പോകേണ്ട കടല. അയ്യോ, ഇങ്ങോട്ട് ശ്രീ 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 ശത്രു ശത്രു. ദൈവമേ, നോട്ടീസ് ഒരു ശത്രു ആണല്ലോ. ശത്രു സ്റ്റാർട്ടാവുന്നില്ലല്ലോ. ചെരിച്ചിട്ടടിച്ച് നോക്കിയാലോ? ചർച്ചിട്ടടിക്കാൻ രാംബിയുടെ സ്കൂട്ടറല്ല, അമ്പലത്തിന്റെ പേരാണ്. ദൈവമേ, ആ തങ്കച്ചനാണ് പിണക്കി വിടുകയും ചെയ്തു. തങ്കച്ച ഒന്ന് വന്നടാ. നീ മൈക്ക് വഴി ഹലോ എന്ന് പറഞ്ഞു. ഹലോ. എന്നെ ബാസാണ് നിന്റെ സൗണ്ടിന്. അപ്പൊ ആശാനല്ലേ ആദ്യം പറഞ്ഞു എന്റെ സൗണ്ടിന് ബാസ് ഇല്ലെന്ന്. അത് ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ. പ്രാങ്ക് പ്രാങ്ക്. ആണോ? ഇന്ന് മുതൽ ട്രൂപ്പിന്റെ സെക്രട്ടറിയും അനൗൺസറും നീ ആയിരിക്കും. ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എപ്പോഴേ? ഹലോ ടെസ്റ്റിംഗ്. അതൊക്കെ ഞാൻ ചെയ്തു വെച്ചേക്കണം. പറഞ്ഞാ മതി. നേരെ പറഞ്ഞാ നേരെ പറഞ്ഞാ മതി. എടാ, നോട്ടീസ് നോക്കി കൊഞ്ഞിനെ കുത്ത പറയണ കൂട്ടു. കുഴൽമന്ദൻ രാമകൃഷ്ണൻ മൃഗമായ നിർത്തിയിട്ട് നോട്ടീസ് വായിക്കാവോ? സെക്രട്ടറി സാർ, ഞാൻ രാജിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അമ്പലത്തിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന അത് ഇമ്മ വിളിച്ചു പറയേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം. ബാക്കി പറഞ്ഞു. പ്രിയമുള്ളവരെ, കൊച്ചിൻ സോമനം സംബോധിപ്പിക്കുന്ന ബാലെ ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെ തിങ്കളാഴ്ചയാണ്. ഇതെന്തിനാണ് മൈക്കിലൂടെ പറയുന്നത്? കാര്യമുണ്ടാ. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കൾ, റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ, പത്രം പാൽ വിതരണക്കാർ എന്നിവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് മഞ്ഞ് കൊള്ളണ്ട, വീട്ടിൽ പോയി കിടന്നിറങ്ങാവുന്നതാണ്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? എടാ, അനുമോദനത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും. മുട്ടുകൈക്കുള്ള അനുമോദനം കിട്ടിയിട്ടുണ്ടോ? അയ്യോ പറയല്ലേ, പൊറോക്ക് ഇഡലിത്തട്ട് പോലെ കുഴിഞ്ഞിരിക്കും. ഓർപ്പിക്കല്ലേ. ബാക്കി പറഞ്ഞു. പ്രിയമുള്ളവരെ, മറ്റൊരു സന്തോഷ വാർത്ത. ഡെയിലി ബാല പൊളിഞ്ഞു പറഞ്ഞാൽ നമുക്ക് എന്നെ സന്തോഷ വാർത്തയാ? നീ ചുമ്മാ നെഗറ്റീവ് അടിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഒരു സന്തോഷ വാർത്ത. ഞങ്ങളുടെ ബാലയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനടക്കം 7ഓളം പുരസ്കാരങ്ങൾ നേടിയെടുത്ത വിവരം സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ നേടിയെടുത്തുകൊണ്ട് എപ്പോ കിട്ടിയത്? ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, മനസ്സിലായി. പുഞ്ചിരി ബാലവേദിയുടെ 2024 വലിയ തരക്കേടില്ലാതെ ഒരു ബാലെ കളിച്ചൊപ്പിച്ചു എന്നുള്ള പുരസ്കാരം നേടിയെടുത്തുകൊണ്ട് കൊച്ചിൻ സോമൻ സംബോധിപ്പിക്കുന്ന ബാലെ ആരംഭിക്കുന്നു. കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ